CPM മുൻ MLA PP ചിത്തരഞ്ജന് കോടതിയിൽ നിന്ന് നിൽപ്പ് ശിക്ഷ. കോടതി മുറിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിത്തരഞ്ജൻ നിന്നു. തിരുവനന്തപുരത്ത് ഗതാഗത തടസ്സമുണ്ടാക്കി വഴിതടഞ്ഞ കേസിലാണ് ശിക്ഷാ നടപടി. സലാം P. ഹൈദ്രോസ് ചേരുകയാണ്. സലാം, ഈ ശിക്ഷയുടെ വിശദാംശങ്ങൾ. അനുപ, ഇന്ന് തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കൗതുകരമായ ഈ ശിക്ഷ നടപടി ഉണ്ടായത്. 2025 ജനുവരി 17 നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കോടതി ഈ ശിക്ഷ വിധിച്ചത്. അന്ന് ഈ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു സമരം തിരുവനന്തപുരത്ത് നടന്നു. മാർച്ചായിരുന്നു നടന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ സെക്രട്ടേറിയറ്റ് വരെയായിരുന്നു ഈ മാർച്ച് നടന്നത്. ഈ സമയത്ത് റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കി എന്നായിരുന്നു അന്ന് പോലീസ് എടുത്ത കേസ്. ഇതുമായി ബന്ധപ്പെട്ട ഈ വിചാരണക്കൊടുവിലാണ് ഇന്നിപ്പോൾ കോടതി ശിക്ഷ നൽകിയത്. മുൻ MLA PP ചിത്തരഞ്ജൻ, അദ്ദേഹം ആലപ്പുഴയിലെ മുൻ MLA ആണ്. ഒപ്പം തന്നെ ഈ എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന PM വഹീദ, പ്രസിഡന്റ് NK രാമേന്ദ്രൻ എന്നിവരാണ് ശിക്ഷിച്ചത്. അല്പം മുമ്പ് ഞാൻ ചിത്തരഞ്ജനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് സാധാരണ ഇത് കോടതി വിധിച്ചത് കോടതി ഈ വിധി വന്ന സമയം മുതൽ കോടതി പിരിയും വരെ കോടതി മുറിയിൽ നിൽപ്പ് ശിക്ഷയാണ്. ഒപ്പം തന്നെ 1600 രൂപ പിഴയുമാണ്. ഏതായാലും ഞാൻ മുൻ MLA സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിൽപ്പ് ശിക്ഷയാണെങ്കിൽ പക്ഷേ ഞാൻ ഇരിക്കുകയാണ് ചെയ്തത്. ആ പ്രതിപട്ടിക്ക് സമീപം ഇതിലുള്ള സ്പേസ് ഉണ്ട്, അവിടെ കസേര തന്നിരുന്നു. അവിടെ വൈകുന്നേരം വരെ ഇരുന്നു, 4:30 വരെ ഇരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും കൗതുക ശിക്ഷയാണിത്. റോഡിൽ മാർഗതടസ്സം ഉണ്ടാക്കിയതിനാണ് ഇപ്പോൾ മുൻ MLA PP ചിത്തരഞ്ജൻ അടക്കം 3 പേർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അനു, പക്ഷേ ഈ വാർത്ത കേൾക്കുന്ന 2025 ജനുവരി മാസം ഈ സമരം കാരണം വഴിയിൽ പെട്ടുപോയ ഏതെങ്കിലും യാത്രക്കാരുണ്ടെങ്കിൽ അവരുടെ മനസ്സിലിപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം വരുന്നുണ്ടാകും. തങ്ങൾ ആ ദിവസം പൊരിവെയിലത്ത് അനുഭവിച്ച വേദന, കാത്തിരിപ്പ്, നിരാശ അത്രയൊന്നും അല്ലെങ്കിലും അതിൽ കുറച്ചെങ്കിലും ഇന്ന് ആ മുൻ MLA കോടതിയിൽ നേരിട്ടിട്ടുണ്ടാകും. സമയത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ സമരം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നേതാക്കന്മാർ പറയാറുണ്ട്. പക്ഷേ ഈ പുതിയ കാലത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ എങ്ങനെ സമരം ചെയ്യാമെന്നാണ് ഈ നേതാക്കളൊക്കെ ആലോചിക്കേണ്ടത്. ചിത്തരഞ്ജൻ ഒരു തുടക്കമാകട്ടെ. ഇനിയും അനവധി നേതാക്കൾ ഇങ്ങനെ നിരന്നു നിൽക്കട്ടെ കോടതികളിൽ. കാരണം ജനങ്ങളുടെ സമയവും മൂല്യമുള്ളതാണ് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോടതിയുടെ ഇത്തരം ശിക്ഷാ വിധികൾ.